പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ്. ലൈംഗിക പീഡന ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ വീണ്ടും വെളിപ്പെടുത്തൽ വരികയാണ്. ഗർഭധാരണത്തിന് ശേഷം പെൺകുട്ടിയുമായി സംസാരിക്കുന്ന നിർണായക ശബ്ദരേഖയാണ് പുറത്തേക്ക് വന്നത്. ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും പെൺകുട്ടി വിവരിക്കുന്നുണ്ടെങ്കിലും രാഹുൽ ഇക്കാര്യങ്ങളോടൊന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല. ഗർഭിണിയാകാൻ തയ്യാറാകൂ എന്ന രാഹുലിന്റെ വാട്സാപ്പ് സന്ദേശവും പുറത്തേക്ക് വന്നു. കേൾക്കാമത്. നാളെ ഹോസ്പിറ്റലിൽ പോകും. ഡോക്ടർ അറിയാം, അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടറാണ്. അപ്പൊ എനിക്കൊരു പേടിയുണ്ട് അവിടേക്ക് പോകാൻ. എനിക്കാകെ വയ്യാണ്ടിരിക്കുകയാണ്. വയ്യാണ്ടിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വൊമിറ്റിംഗ് ഉണ്ട്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. എന്റെ പൊന്നു സുഹൃത്തെ, താൻ ആദ്യം ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് ഈ ഡ്രാമ കാണിക്കുന്നവരെനിക്ക് എന്ത് ഡ്രാമ എന്നാണ് പറയുന്നത്? എനിക്ക് വയ്യാണ്ടിരിക്കാൻ ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഇന്നുകൊണ്ട് ലോകം അവസാനിക്കാൻ പോവല്ലോ. എനിക്കൊരിത്തിരി സമയം കൂടാതെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു. പിന്നെ ഞാൻ എന്തിനാ അതിനെ പറ്റി ബോധരാകുന്നത്? പിന്നെ ഇന്ന് ഞാൻ ചോദിച്ചപ്പോ മാത്രം എനിക്ക് ഉറക്കെ വിളിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത്. എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക്. എന്താ പറയാ, സ്മെല്ലൊന്നും എനിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്കിത് ആരോടും പറയാനും പറ്റുന്നില്ല. ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞ ഈ ഡ്രാമ ഒന്നെടുത്ത് ഈ 1-ാം മാസത്തിൽ എന്തൊക്കെ ഉണ്ടാകാൻ പറ്റുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. ചുമ്മാ കുറെ പേരെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് എന്റെ കാര്യം മാത്രമേ എനിക്കറിയൂ. ആദ്യത്തെ മാസം അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ. എന്തിനാണ് ഇങ്ങനൊരു മാറ്റം വരുന്നത്? ഇത് ആരുടെ പ്ലാനാണ്? എൻ്റെ പ്ലാനാണോ? ആർക്കാണ് കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാനാണോ? പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ ഇങ്ങനെ മാറുന്നത്? നിങ്ങൾ എന്തിനാണ് എന്തെങ്കിലും കൊല്ല ചെയ്യുന്നത്? ഇങ്ങനെ എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കല്ലേ ഇതിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ആരുടെ സഹായം ഇല്ലാതെ, ഒരു മനുഷ്യന്റെ സഹായം ഇല്ലാതെ അത് ചെയ്തു തരുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയാം, എനിക്ക് ഒരുപാട് മാറി. ഇങ്ങനൊന്നും ആയിരുന്നില്ല. ഇത് വേണമെന്ന് വാശി പിടിച്ചതാരാ? ഞാനാണ്. വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കത് വേണം എന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ പ്ലാനിങ് തന്നെ അല്ലേ, എൻ്റെ അല്ലല്ലോ. പ്രധാനപ്പെട്ട വാർത്താ വിവരങ്ങളുമായി തിരുവനന്തപുരം അനന്തകൃഷ്ണനും മാർഷൽ സമാസിനും എന്നോടൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, ഈ രണ്ടാമത് വരുന്ന ശബ്ദ ശകലത്തിലെ പ്രസക്തി എത്രത്തോളമുണ്ട്? കാരണം അതിൽ സൂക്ഷ്മമായി വാച്ച് ചെയ്യുമ്പോൾ ഒരു യുവതി, അതൊരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ അവസ്ഥകൾ, ആരോഗ്യാവസ്ഥ, ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള അവസ്ഥകൾ, ഇത് ഒപ്പം തന്നെ അതിനേക്കാളുപരി ഒരു കുഞ്ഞിൻ്റെ ആരോഗ്യാവസ്ഥ, അത് എത്രത്തോളം ഒരു പക്ഷേ നമുക്ക് ക്രൈം ഒരു കുറ്റകൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ അത് വളരെ കുറ്റകൃത്യമായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ആഴങ്ങൾ ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ടാമത് വരുന്ന ഈ ശബ്ദ സന്ദേശത്തിലെ അടിവരയിടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് നേരത്തെ വന്ന ശബ്ദരേഖ കുറച്ചും കൂടി ഒഫൻസീവാണ്, കുറച്ചുകൂടി അല്ല ഗൗരവതരമായ ഒഫൻസാണ് ഈ ശബ്ദരേഖയിലുള്ളത്. ഇതിനകത്ത് പുരുഷൻ്റെ ശബ്ദരേഖയുടെ കേൾക്കുന്നതിന് മുൻപ് അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഏറ്റവും പ്രധാനം. ആ ചാറ്റ് സ്ക്രീൻഷോട്ടിൽ ഈ പുരുഷൻ ആ പെൺകുട്ടിയോട് ലൈംഗികമായ താല്പര്യം പ്രകടിപ്പിക്കുന്നു, അതിനൊപ്പം തന്നെ കുട്ടിയെ വേണമെന്നും കൂടി പറയുന്നു. അപ്പോൾ ആ പെൺകുട്ടി അതിന് ആ ഗർഭം ധരിക്കാൻ വേണ്ടി തയ്യാറാകുന്നത് ഇയാളുടെ പ്രേരണയാലാണ്. അതിനുശേഷം പിന്നീട് ആ ശബ്ദരേഖ പരിശോധിക്കുമ്പോൾ ഈ പുരുഷ ശബ്ദത്തിൽ പറയുന്നത് അതിന് വേണ്ട, അതിനെ കൊന്നുകളയൂ എന്നുള്ളതിന് വേണ്ടി നിർബന്ധിക്കുന്നതാണ്. പക്ഷേ അങ്ങനെയല്ലല്ലോ നിങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ പ്ലാൻ അതല്ലായിരുന്നല്ലോ എന്നൊക്കെ ഈ പെൺകുട്ടി പറയുന്നുണ്ട്. മാത്രമല്ല അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് അതിദയനീയമായി സംസാരിക്കുകയാണ്. അതൊന്നും വകവയ്ക്കാതെ അതിനെ പരിഹാസ രൂപത്തിൽ കൂടി കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഈ പുരുഷ ശബ്ദം സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ശബ്ദരേഖയുടെ ആധികാരികത ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും യുവതിയുടേതുമാണോ എന്നുള്ള കാര്യം ഉറപ്പിക്കേണ്ടതുണ്ട്. ഏതായാലും നമ്മളിപ്പോൾ അന്വേഷണ സംഘവുമായി ബന്ധപ്പെടുമ്പോൾ ക്രൈംബ്രാഞ്ച് ഒരു അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത് ഇതിപ്പോൾ അവർ പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ബാക്കി നടപടികളൊക്കെ പരിശോധനയ്ക്ക് ശേഷമേ ഉണ്ടാകൂ എന്നുള്ളതാണ്. ശരി, എന്തായാലും ഇതിനകത്ത് ഗൗരവമായ നേരത്തെ വന്ന ശബ്ദരേഖയെക്കാട്ടി കുറച്ചുകൂടി ഗൗരവമാണ്. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നമുള്ളത് വാദിയില്ല.
ശരി, മാർഷൽ വി സെബാസ്റ്റ്യൻ, ഇപ്പോൾ നോക്കൊരു തിരഞ്ഞെടുപ്പിന്റെ ഘട്ടമാണ്. തിരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ സമയത്ത് അതിന്റെ പ്രസക്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും ഒടുവിലായി ഇന്നിപ്പോൾ പാലക്കാട് നടക്കുന്ന പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിലും നേരിട്ടിറങ്ങിയാണ്. ഇപ്പോൾ നമുക്ക് ചില ദൃശ്യങ്ങൾ ഈ ദിവസത്തെ കാണാം. അവിടുത്തെ വി കെ ശ്രീകണ്ഠൻ MP അടക്കം രാഹുൽ മാങ്കൂട്ടത്തിലും ഒത്ത് വീടുകളിലേക്കടക്കം കയറുകയും അവിടെ BJPയുടെ ഭീഷണിയുമായി ബന്ധപ്പെട്ട് കൗൺസിലറുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ വേണ്ടി ഭീഷണി നടത്തി എന്നടക്കമുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങളിലേക്ക് ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇന്നിപ്പോൾ ഉച്ചസ്ഥായിലേക്ക് പ്രചരണം എത്തുന്ന ഒരു ഘട്ടത്തിലാണ് ഈ രണ്ടാം ഘട്ടത്തിലെ ഈ ശബ്ദ സന്ദേശം പുറത്തേക്ക് വരുന്നത്. അതിൻ്റെ പ്രസക്തി, അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ആഴം എത്രത്തോളം കോൺഗ്രസിനെ പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാർഷൽ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാധാരണഗതിയിൽ കേരള രാഷ്ട്രീയത്തിൽ നേതാക്കൾക്കെതിരെ ഇത്തരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ വരാറുണ്ട്. പല രാഷ്ട്രീയ നേതാക്കളും ഇത്തരം ആരോപണങ്ങൾ നേരിടുകയും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് വീണ്ടും വിവാദമായി ഉയർന്നു വരികയും ചെയ്യും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയില്ല എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിക്കാരും തന്നെ രംഗത്തെത്തിയിട്ടില്ല. എന്നാൽ തെളിവുകളെല്ലാം പുറത്തു വന്നിട്ടുമുണ്ട്. അവിടെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് പരാതിക്കാരില്ല, തെളിവുകളെല്ലാം പുറത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ പരാതിക്കാരുണ്ടാവും, തെളിവുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പോലീസ് ശ്രമിക്കുന്നതും എടുക്കുന്നതും. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ പരാതിക്കാരില്ല, പക്ഷേ എല്ലാ തെളിവുകളും ഓരോ സമയത്ത് ഇറങ്ങി. ഇപ്പോൾ ഇത് വീണ്ടും വന്നതിനെ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇപ്പോൾ ഇതിങ്ങനെ വന്നത് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. പക്ഷേ അപ്പോഴും ഞാൻ ചോദിക്കുന്നത്, ഒരു ഫാക്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ മുന്നിൽ പബ്ലിക് ഡൊമൈനിൽ നിൽക്കുന്ന ഈ ശബ്ദശകലങ്ങൾ ഇന്നേ വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ചോദ്യങ്ങളോട്, അതായത് രാഹുൽ ഇത് രാഹുലിന്റെ ശബ്ദരേഖയാണോ അല്ലെ രാഹുലിന്റെ ചാറ്റാണോ എന്ന് പറയുമ്പോൾ ഒരു തരത്തിലും അതിനെ തള്ളി പറയുക മാത്രമല്ല, ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അത്തരം ചോദ്യങ്ങളിൽ നിന്നും പൂർണ്ണമായി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. മാത്രമല്ല മാർഷൽ, ഒരു കാര്യം ആലോചിക്കണം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്നെ വന്നിട്ടുള്ള പിന്തുണകൾ അത് പല രീതിയിൽ, രാഹുൽ ഇടുന്ന പോസ്റ്റുകളായാലും രാഹുൽ എവിടെയൊക്കെ പോകുന്ന അവിടെയൊക്കെ ഉണ്ടാകുന്ന പിന്തുണകൾ, അത് കോൺഗ്രസ് ഒരുപക്ഷെ തള്ളിപ്പറഞ്ഞ് അവിടെ നിന്നും പുറത്താക്കി അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുന്നൊക്കെ പറയുമ്പോഴും അല്ലാതെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ രാഹുലിനൊപ്പം ചേരുകയാണ്. അപ്പോൾ രാഹുൽ ഉണ്ടാക്കിയ ഈ സംഭവത്തിലെ ഒരു രണ്ടാമത്തെ ഒരു സെക്കൻഡ് സ്റ്റേജ്, ഒരു മാനമുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഇന്നിപ്പോൾ പുറത്തേക്ക് വരുന്ന ശബ്ദരേഖ, നേരത്തെ അനന്തം പറഞ്ഞതുപോലെ ഇതിലൊരു കുറ്റകൃത്യത്തിന്റെ വലിയൊരു കണ്ടന്റ് ഉണ്ട്. അതുകൂടി നോക്കുമ്പോൾ നേതാക്കൾക്ക് അങ്ങനെ അങ്ങനെ ഈ രീതിയിൽ കൈപ്പള്ളി പറയുന്ന പോലെ തന്നെ സ്വാഭാവികമായിട്ടും ഇതിനകത്തൊരു ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. ഒരു നിയമസഭാംഗമാണ് അദ്ദേഹം, ഒരു MLA ആണ്, ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിന് ജനങ്ങളുടെ മുമ്പിൽ ഈ തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുത്തേ മതിയാവും. പരാതിയില്ലെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വെറുതെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, എനിക്ക് ഇവരെ ഒന്നും അറിയത്തില്ല എന്ന് പറയുകയല്ല, മറിച്ച് എന്തുകൊണ്ട് ഇത്തരമൊരു സംഭവം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൽ ഞാനെടുത്ത തീരുമാനം എന്താണ്, ഇതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ജീവഹാനി വരികയോ ആർക്കെങ്കിലും മാനഹാനി വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി ഒരു പൊതുപ്രവർത്തകൻ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇഷ്യൂ നേരത്തെ വന്നപ്പം കർശനമായ നിലപാടാണ് BJPയും ഇടതുപക്ഷവും സ്വീകരിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പൊതുസ്ഥലത്ത് തടയും എന്നൊക്കെയുള്ളത്. പക്ഷേ ഇത് ഡയലൂട്ട് ചെയ്ത് അവർ തന്നെയാണ്. കാരണം BJPയുടെ നഗരസഭാ അധ്യക്ഷ BJPയുടെ നഗരസഭാ അധ്യക്ഷ ഒരു എതിർപ്പും കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. മന്ത്രി ശിവൻകുട്ടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ, പിന്നീട് അദ്ദേഹം അതിനകത്ത് എതിർപ്പും അനിഷ്ടമൊക്കെ പ്രകടിപ്പിച്ചെങ്കിലും ആ വേദിയിൽ പങ്കെടുത്തു. ആദ്യമുണ്ടായ സമരങ്ങളൊന്നും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ടതുമില്ല. സഭയിൽ വന്നപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിട്ടില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂളായിട്ട് ഇറങ്ങി നടക്കുമ്പോൾ ഇയാൾക്കെതിരെ കർശനമായ ആരോപണങ്ങൾ ഉന്നയിച്ച പാർട്ടികളുടെ എല്ലാം പ്രതിഷേധം ഡയലൂട്ട്. ശരി, മടങ്ങിയെത്താം.